ആംഗിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, കണ്ടക്റ്റിംഗ് സ്ക്വയർ ഉണ്ട്, ലെങ്ത് ആണ്, ആർ മൂവ്സ് പ്ലെയിൻ യൂണിഫോം വെലോസിറ്റി, യൂണിഫോം സ്പീഡിലാണ് പോകുന്നത്. ശ്രദ്ധിക്കണം, യൂണിഫോം സ്പീഡിലാണ് പെർപെൻഡിക്കുലർ ടു വൺ ഓഫ് സൈഡ്സ്, മാഗ്നറ്റിക് ഫീൽഡ് കോൺസ്റ്റൻറ്റ് ടൈം. ഓക്കെ, അതായത് ഒരു പ്ലേറ്റ് ഉണ്ട്, അതൊരു യൂണിഫോം ഫീൽഡിൽ കൂടെ ഇങ്ങനെ ഒരു ഫീൽഡിൽ കൂടെ യൂണിഫോം സ്പീഡിൽ ഇങ്ങനെ മൂവ് ചെയ്യാണ്, പെർപെൻഡിക്കുലറായിട്ട് മൂവ് ചെയ്യാണ്. അപ്പോൾ അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF എത്രയാണ്, അല്ലെങ്കിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ട് എത്രയാണെന്നാണ് ചോദിച്ചത്. അത് സിമ്പിളാണ്. അത് കറണ്ട് ഇൻഡ്യൂസ് ചെയ്യണമെങ്കിൽ അവിടെ ഇൻഡ്യൂസ്ഡ് EMF ആണ്. ഇൻഡ്യൂസ്ഡ് EMF ആണെങ്കിൽ ഫ്ലക്സിന് ചേഞ്ച് വരണം. ഫ്ലക്സിന് ഇവിടെ എങ്ങനെയെങ്കിലും ഫ്ലക്സിന് ചേഞ്ചിനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടോ? കാരണം ഇവിടെ എൻ്റെ റീജിയനും ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡാണ്, യൂണിഫോം സ്പീഡിലാണ് പോകുന്നത്. സോ അവിടെ എന്തില്ല, മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നില്ല. ചേഞ്ച് ചെയ്യാത്തതുകൊണ്ട് അവിടെ ഇൻഡ്യൂസ്ഡ് EMF ഇല്ല, അതുകൊണ്ട് അവിടെ ഇൻഡ്യൂസ്ഡ് കറണ്ടും ഇല്ല. ആൻസർ 0 ആണ്. നമ്മൾ ഈ ഒരു ഫിഗർ കാണുമ്പോൾ നമ്മൾ ടെക്സ്റ്റിലൊരു ഇത് ചെയ്തിട്ടില്ലേ, നമ്മൾ ഇതേമാതിരി നമ്മളൊരു ഇൻഡ്യൂസ്ഡ് EMF കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇൻഡ്യൂസ്ഡ് EMF കണ്ടുപിടിച്ചിട്ട് ബൈ റെസിസ്റ്റൻസ് ചെയ്യാൻ ശ്രദ്ധിക്കും. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പുറത്തുനിന്ന് ഇങ്ങനെ ഉള്ളോട്ട് ഇങ്ങനെ വലിക്കുകയാണ് കേട്ടോ. ആ ഒരു വ്യത്യാസം അവിടെ ഉണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഫുള്ള് എൻ്റയർ ഫീൽഡും എൻ്റയർ റീജിയണിലും മാഗ്നറ്റിക് ഫീൽഡ് കോൺസ്റ്റൻ്റ് ആണ്. അടുത്ത മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ കോയിൽ is given by this equation. Induced EMF നമുക്കറിയാലോ, ഇക്വേഷൻ എന്താണ്, ഈസ് ഈക്വൽ ടു മൈനസ് d∅/dt. ഇതൊരു മാത്സിലെ ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ്, ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, ടൈം അപ്ലൈ ചെയ്യുക. ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്താ കിട്ടുക? അപ്പോൾ ഞാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്തതാണ് 10t + 3, അതിൻ്റെ മുന്നിലൊരു മൈനസ് ഉണ്ടാവും. എന്നിട്ട് നമ്മൾ 4 എന്ന് ടൈമിന് 4 കൊടുക്കുക. അപ്പോൾ 10t എന്ന് പറഞ്ഞാൽ 40 എന്ന് പറയും. 40 + 3 എന്ന് പറഞ്ഞാൽ 43 എന്ന് വരും, നെഗറ്റീവ് വരും. ഇത് ഡയറക്റ്റ് ഡിഫറൻസിയേഷൻ ആണ്, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. ഇത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് ചോദിച്ചാൽ മതി, ഞാൻ ചെയ്തുതരാം. സിമ്പിളാണല്ലോ. അടുത്തത്, അതായത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രാഫ് റെപ്രസെൻറ്റ്സ് ദ വേരിയേഷൻ ഓഫ് കറണ്ട് വിത്ത് ഫ്രീക്വൻസി ഇൻ എൻ AC സർക്യൂട്ട് കണ്ടെയ്നിങ് പ്യുവർ കപ്പാസിറ്റർ. അവിടെ കപ്പാസിറ്റർ മാത്രമേ ഉള്ളൂ. കപ്പാസിറ്റർ. അപ്പോൾ കറണ്ടിൻ്റെ ഇക്വേഷൻ എന്താണ്? കറണ്ടിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നെറ്റ് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. ഇനി കപ്പാസിറ്റീവ് റിയാക്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്താണ്? 1/C⍵. ഇതിങ്ങനെ മുകളിലേക്ക് പോകും. അപ്പോൾ I is equal to എന്താണ്, V × C⍵. ഇവിടെ V കോൺസ്റ്റൻ്റ് ആണ്, C കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എന്ത് പറയുക, I പ്രൊപ്പോർഷണൽ ടു, ഇത് ആംഗുലർ ഫ്രീക്വൻസി ആണ്, ഇത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. സിംപ്ലി I പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. അങ്ങനെ പ്രൊപ്പോർഷണൽ ഗ്രാഫ് വരുന്നത് ഏതാണ്? തേർഡ് വൺ. സിമ്പിൾ ക്വസ്റ്റ്യൻ, നോക്കി നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. അടുത്ത് നോക്കുക ക്വസ്റ്റ്യൻ, അതായത് ടോട്ടൽ 20 വോൾട്ടേജ് AC അപ്ലൈഡ് അക്രോസ് എ സർക്യൂട്ട് കൺസിസ്റ്റിംഗ് റെസിസ്റ്റൻസ് വിത്ത് കൺസിസ്റ്റിംഗ് റെസിസ്റ്റൻസ് എ കോയിൽ വിത്ത് നെഗ്ലിജിബിൾ റെസിസ്റ്റൻസ്. അതായത് കോയിലിൻ്റെ റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്യേണ്ട. ഇത് വോൾട്ടേജ്, അതായത് റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് 12 ആണെങ്കിൽ വാട്ട് വിൽ ബി ദ വോൾട്ടേജ് അക്രോസ് ദ കോയിൽ? അത് നമുക്കറിയാം, അതിൻ്റെ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. എന്താണ്? V² നെറ്റ് വോൾട്ടേജ് സ്ക്വയർ ഇസ് ഈക്വൽ ടു VR² + VL². ഇത് നമ്മൾ പഠിച്ചതാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് അപ്ലൈ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ V ഇവിടത്തിലാണ് 20² ഞാൻ ചെയ്ത് എഴുതാണ്. 20² 400. പിന്നെ VR ഇവിടെ 12 ആണ് അല്ലേ. 12² ഞാൻ അപ്ലൈ ചെയ്താൽ എത്ര വരിക? 144 + VL². ഇനി ഇതിവിടെ അങ്ങോട്ട് സബ്ട്രാക്ട് ചെയ്താൽ 400 - 144 എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെയാണ് എഴുതുന്നത് 256 എന്ന് വരും. നോ, 256 is equal to VL². അപ്പോൾ VL is equal to 16 എന്ന ആൻസർ കിട്ടും. ഒരിക്കലും പെട്ടെന്ന് കണ്ടപാട് തന്നെ 8 എന്ന ആൻസറിലേക്ക് പോകരുത് കേട്ടോ. കാരണം ഇവിടെ 20 ഉണ്ട്, 12 ഇവിടെ ഡെവലപ്പ് ചെയ്തു, ബാക്കി 8 എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊന്നും ചിന്തിക്കരുത്. കാരണം നിങ്ങളൊന്നും ചിന്തിക്കില്ല, കാരണം നിങ്ങളെല്ലാവരും ഫേസ് ഡിഫറൻസിനെ പറ്റിയിട്ടും കാര്യങ്ങളൊക്കെ പഠിച്ചതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഓക്കെ, രണ്ട് EMFൻ്റെയും കറണ്ടിൻ്റെയും ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ഇവിടെ നോക്കാം, കറണ്ട് ലീഡ്സ് ദി വോൾട്ടേജ് ബൈ π/3. അത് മനസ്സിലാക്കിയേക്കണം. അപ്പോൾ ഇതിന് ഏതൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട്? ഇവിടെ പറയുന്നത് ഇതൊരു RL സർക്യൂട്ട് ആവണമെന്ന്.
RL സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ആൻഡ് ഇൻഡക്ടർ. നമുക്കറിയാം ഇൻഡക്ടർ എന്ത് ചെയ്യും, കറണ്ടിനെ ലാഗ് ചെയ്യും, വോൾട്ടേജിനെ ലീഡ് ചെയ്യുന്ന ആളാണ്. സോ അതിന് ഒരു പോസിബിലിറ്റിയും ഇല്ല. അടുത്തത് RC സർക്യൂട്ട്, കപ്പാസിറ്റർ ലീഡ്സ് കറണ്ട്. അങ്ങനെ CC എന്ന് ആലോചിച്ചാൽ മതി. കപ്പാസിറ്റർ ലീഡ്സ് കറണ്ട് അതൊരു പോസിബിലിറ്റിയാണ്. ഓക്കെ, അത് കറക്റ്റ് ആകാം, സെക്കൻഡ് കറക്റ്റ് ആകും. ബാക്കി ഓപ്ഷൻസ് കൂടെ നോക്കാം. ഇത് നെസസറിലി ഒരു LCO സർക്യൂട്ട്, അതായത് LCO സർക്യൂട്ട് തന്നെ ആവണമെന്നാണ് പറയുന്നത്. പക്ഷേ LCO സർക്യൂട്ടിൽ രണ്ട് ഇതുണ്ടല്ലോ, ഇൻഡക്റ്റീവ് LCO സർക്യൂട്ട് ഉണ്ട്, കപ്പാസിറ്റീവ് LCO സർക്യൂട്ട് ഉണ്ട്. അപ്പോൾ LCO സർക്യൂട്ട് തന്നെ ആവണമെന്ന് നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ല, കാരണം RC സർക്യൂട്ടിന് ഇവിടെ പോസിബിലിറ്റി ഉണ്ട്. അടുത്ത് നോക്ക്, നല്ലൊരു ഓപ്ഷൻ കിട്ടിയില്ലേ, അതൊരു RC സർക്യൂട്ടും ആവാം അല്ലെങ്കിൽ LCO സർക്യൂട്ടും ആവാം, രണ്ടിനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നല്ല ആൻസർ എന്ന് പറഞ്ഞാൽ 4 ആണ്. ഈവൺ ഇത് കറക്റ്റ് ആൻസർ തന്നെയാണ് കേട്ടോ, അതൊരു RC സർക്യൂട്ട് ആവണം. പക്ഷേ ഇവിടെയാണ് നമുക്കൊരു പ്രശ്നം. നെസസറിലി എന്ന് പറഞ്ഞാൽ അതന്നെ ആവണം എന്ന് പറഞ്ഞാൽ അങ്ങനെ പറ്റൂല. അത് LCR ആകാം അല്ലെങ്കിൽ RCയും ആകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, 26 ക്വസ്റ്റ്യൻ. എ സിലിണ്ടർ ഓഫ് റേഡിയസ് R, length L, placed in a uniform electric field parallel to axis of cylinder. Total flux in the surface of, അതായത് ഇതിൻ്റെ ഉള്ളിൽ എത്ര ഫ്ലക്സ് കുടുങ്ങി കിടക്കുന്നുണ്ട് എന്നാണ്. അതായത് ആക്സിന് പാരലായിട്ട് ഇങ്ങനെ ഫ്ലക്സ് പോകുന്നുണ്ട്. ആലോചിച്ചാൽ മതി, എത്രയാണോ ഫ്ലക്സ് ഉള്ളോട്ട് വരുന്നത് അതൊക്കെ പുറത്തേക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ ആൻസർ എത്രയാണ്? 0. ഇതും സിമ്പിളായിട്ട് മനസ്സിലാക്കി വെക്കാനേ. ഇതൊരു വാട്ടർ ഫ്ലോ ആണെന്ന് വിചാരിച്ചോ. ഞാൻ എന്ത് ചെയ്തു, ഒരു സിലിണ്ടർ, ഒരു ഹോളോ സിലിണ്ടർ എടുത്ത് മുന്നിൽ കൊണ്ടുപോയി വെച്ചു. ആ മുന്നിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ എത്ര അത് സ്റ്റോർ ചെയ്യും? ഒന്നും സ്റ്റോർ ചെയ്യില്ല, കാരണം എത്രയാണോ ഉള്ളോട്ട് കടന്ന് അത്രയും പുറത്തേക്ക് പോകും. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ കേസ്. ആൻസർ 0 ആണ്. കണ്ടോ, ഇതുപോലുള്ള ക്വസ്റ്റ്യൻസൊക്കെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. അത് നോക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2 പാരലൽ തിൻ മെറ്റൽ ഷീറ്റ് ഹാവിങ് സർഫസ് ചാർജ് ഡെൻസിറ്റി തന്നിട്ടുണ്ട്. സിമ്പിൾ. എന്താ ഇവിടെ പറഞ്ഞത്? 2 പാരലൽ മെറ്റീരിയൽസ്, പാരലൽ ഷീറ്റ്സ് ഉണ്ട്. ഒന്ന് പോസിറ്റീവ് ചാർജാണ്, ഒന്ന് നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ നമുക്കറിയാം പാരലൽ പ്ലേറ്റിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ σ/2ε0 എന്നായിരുന്നു. ഓക്കെ, ഇവിടെ 2 എണ്ണം ഉണ്ട്. ഇത് നമ്മൾ കപ്പാസിറ്ററിൻ്റെ ഡെറിവേഷനിൽ ചെയ്തതായിരിക്കും. എന്നാലും ഞാൻ ഇവിടെ ഒന്നുകൂടെ പറയാണ്. അപ്പോൾ പോസിറ്റീവ് ചാർജിൻ്റെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഔട്ട്വേർഡ് ആയിരിക്കും. ഓക്കെ, യൂണിഫോംലി ഔട്ട്വേർഡ് ആയിരിക്കും. പിന്നെ നെഗറ്റീവ് ചാർജിൻ്റെ ഇൻവേർഡ് ആയിരിക്കും, ഇങ്ങനെ ഇൻവേർഡ് ആയിരിക്കും, അതും യൂണിഫോം ആയിരിക്കും. അപ്പോൾ വിത്തിൻ ദി കപ്പാസിറ്റർ എന്താ സംഭവിക്കുന്നത്? എല്ലാം ഒരേ ഡയറക്ഷനിലേക്ക് ആവാണ് അല്ലേ? ഇത് 4ഉം ഒരേ ഡയറക്ഷനിലേക്കാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഇത് രണ്ടും സമ്മപ്പ് ചെയ്യണം. അപ്പോൾ σ/ε0 എന്ന ആൻസർ കിട്ടും. അപ്പോൾ 26.4 × 10⁻⁻12. ε0യുടെ വാല്യൂ നമുക്കറിയാം, എന്താണ്? 8.8 × 10⁻12. ഇവിടെ ഈ ഡെസിമൽ വെച്ച് കളിക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. ഒരിക്കലും കുറേ ഡെസിമൽസ് അങ്ങോട്ട് മൈൻഡ് ചെയ്യരുത്. ഞാൻ പറഞ്ഞത് എങ്ങനെ ആൻസർ ചെയ്യണമെന്ന്. ഈ ഡെസിമൽ വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ നിന്നാൽ നേരം വെളുക്കും, നമുക്ക് വെറുതെയാണ്. അപ്പോൾ ഈ 10⁻12 വേഗം ക്യാൻസൽ ചെയ്യാലോ, ഒന്നും ആലോചിക്കേണ്ട. ഇനി ഇത് നിയർ ബൈ 9 അല്ലേ? 8.85 എന്നൊക്കെ പറഞ്ഞാൽ 9 അല്ലേ? അത് 9 ആണെന്ന് അങ്ങോട്ട് വിചാരിച്ചോ. ഇത് നിയർലി 27 ആണെന്ന് വെറുതെ വിചാരിച്ചോ. അപ്പോൾ 27/9 ആണെങ്കിൽ ഇതിന് ആൻസർ എത്രയായിരിക്കും? 3 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഓപ്ഷനിലേക്ക് 3യുടെ അടുത്ത് ഏതെങ്കിലും ആൻസർ ഉണ്ടോയെന്ന്. 3യുടെ അടുത്ത് ഏതെങ്കിലും 3 തന്നെ, എക്സാക്റ്റ് 3 തന്നെയാണുള്ളത്. സോ തന്നെ നമുക്ക് ആൻസർ ചെയ്യാം. ഓക്കെ, ഇനി 3യുടെ അടുത്ത് 2 ആൻസർ വന്നാൽ എന്ത് ചെയ്യും? ഇപ്പോൾ 3.1 വന്നു, 2.9 എന്നൊക്കെ വന്നു. അപ്പോൾ 3. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ കോഷ്യസ് ആയിട്ട് കുറച്ചും കൂടെ അപ്രോക്സിമേഷൻ ചെയ്യണം. ഇവിടെ അപ്പോൾ അങ്ങനെയൊന്നും ഇല്ല, നേരെ നമ്മൾ ചെയ്താൽ നമുക്ക് ആൻസർ വേഗം കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ആൻ അൺചാർജ്ഡ് കണ്ടക്ടിങ് സ്പിയർ. എ പോസിറ്റീവ് പോയിന്റ് ചാർജ് പ്ലേസ്ഡ് ഔട്ട്സൈഡ് ദി സ്പിയർ, നെറ്റ് ചാർജ്. അതായത് ഒരു അൺചാർജ്ഡ് കണ്ടക്ടിങ് സ്പിയർ ഉണ്ട്, എന്നിട്ട് പുറത്ത് എന്തുണ്ട്? ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് ഉണ്ട്, ഒരു ചാർജ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. നെറ്റ് ചാർജ് ഓൺ ദി സ്പിയർ ദെൻ. അതായത് ഒരു സ്പിയർ ഇവിടെ വെച്ചു, അൺചാർജ് സ്പിയർ, ഇപ്പുറത്ത് ഒരു പോസിറ്റീവ് ചാർജ് വെച്ചു. എന്തെങ്കിലും കാര്യമുണ്ടോ?
ഇതിൻ്റെ മുകളിൽ ചാർജ് ഉണ്ടാവണമെങ്കിൽ ഇവിടെ തന്നെ ചാർജ് കാണും. ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്യും, ഒരു റീഅറേഞ്ച്മെൻറ്റ് ഉണ്ടാവും. കാരണം ഇവിടെ കുറച്ച് നെഗറ്റീവ് ആവും, ഇവിടെ ഒരു പാർഷ്യലി പോസിറ്റീവ് ആകും എന്നല്ലാതെ ചാർജിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. ഇവിടെ പറയുന്നത് എന്താണ്, നെഗറ്റീവ് ചാർജ് ആവുന്നതാണ്. ഇത് തെറ്റാണ്. ഇവിടെ പറഞ്ഞ പോസിറ്റീവ് ചാർജ് ആവുന്നതാണ്. ഈ നെഗറ്റീവ് ചാർജ് ആവുമെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ തെറ്റിടാം, ബാക്കി വായിച്ചു നോക്കണ്ട. ഇവിടെ പോസിറ്റീവ് ചാർജ് ആവും, അപ്പം തന്നെ അത് തെറ്റിടാം, അത് ആൻസർ ആവില്ല. ഇവിടെ നെഗറ്റീവാണ്, അതും തെറ്റാണ്. നെഗറ്റീവ് ചാർജ് അപ്പിയേഴ്സ് ദ പോയിന്റ് ഓഫ് സർഫസ് വിത്ത് ദ സ്പിയർ ക്ലോസസ്റ്റ് ടു ദ. ഇവിടെ ചോദിച്ച നെറ്റ് ചാർജ് ഓൺ ദ സ്പിയർ എന്നല്ല ചോദിച്ചത്, ആ സ്പിയറിലുള്ള നെറ്റ് ചാർജ് എത്രയാണെന്നാണ് ചോദിച്ചത്. ഇത് വേറെ ഏതോ ആൻസറാണ് പറഞ്ഞത്. അതായത് ഒരു സൈഡിൽ പോസിറ്റീവ് ഒരു സൈഡിൽ നെഗറ്റീവ് ആണ്, അങ്ങനൊന്നും അല്ലല്ലോ ചോദിച്ചത്. ആൻസർ നെറ്റ് ചാർജ് എത്രയാണ്? നെറ്റ് ചാർജ് എത്രയാണ്? 0. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3 ചാർജസ് ഉണ്ട്, അതും ഒരു വേർട്ടിസസ് ഓഫ് ട്രയാങ്കിളിൽ വെച്ചു. പിന്നെന്താ ചെയ്തത്, ഒരു മിനിറ്റ്, ഓക്കെ, ഒരു ട്രയാങ്കിളിലെ വേർട്ടിസസിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സെൻട്രോയിഡിലുള്ള വാല്യൂ ഓഫ് ഇയും വാല്യൂ ഓഫ് വി ഒക്കെ കണ്ടുപിടിക്കാനാണ്. അത് പ്രോബ്ലംസ് ചെയ്യാനൊന്നും ഉണ്ടാവില്ല. സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഈ ഒരു പോയിൻ്റാണ് സെൻട്രോയിഡ് എന്ന് വിചാരിക്കാം. ഓക്കെ, ഈ ഒരു പോയിൻ്റാണ് സെൻട്രോയിഡ് എന്ന് വിചാരിക്കാം. ഇവിടെ 2q, ഇവിടെ -q, ഇവിടെയും -q. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡിൻ്റെ കാര്യം ആദ്യം എടുക്കുക. 2q എന്നുള്ള ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്വേർഡാണ്, ഈ ഡയറക്ഷനിലാണ് വരിക. ഓക്കെ, ഇത് ഇൻവേർഡാണ്, അപ്പോൾ അതും ഈ ഡയറക്ഷനിലാണ് വരിക, ഇതും ഈ ഡയറക്ഷൻ. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ് വരിക അല്ലേ, ഇങ്ങനെ വരിക. അപ്പോൾ മീൻസ് ഇത് ഒരിക്കലും 0 ആവില്ല. 0 ആകണമെങ്കിൽ രണ്ടെണ്ണം ഒരു സൈഡിലേക്കും ഒന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടൊക്കെ വരണ്ടേ. ഇവിടെ അങ്ങനെയൊന്നും അല്ലല്ലോ വന്നത്, എല്ലാം ഒരേ ഡയറക്ഷനിൽ താഴോട്ടാണ് വന്നത്. സോ ഇലക്ട്രിക് ഫീൽഡ് നോട്ട് ഈക്വൽ 0. അപ്പോൾ ഒന്ന് ഇതാകാം അല്ലെങ്കിൽ ഇതാകാം ആൻസർ. പിന്നെന്താണ്, പൊട്ടൻഷ്യലാണ്. പൊട്ടൻഷ്യൽ എന്തില്ല, ഡയറക്ഷൻ ഇല്ല. ഇവിടെ പൊട്ടൻഷ്യൽ ഇക്വേഷൻ എന്താണ്, 1/4πε0 q/r എന്നാണ്. ഓക്കെ, ഇവിടെ പോസിറ്റീവ് പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ k × 2q/r എന്ന് വരും. ഓക്കെ, നെഗറ്റീവ് പൊട്ടൻഷ്യൽ 2 ഉണ്ട്, അപ്പോൾ എന്ത് വരും, -k × q/r -k × q/r. ഇതെല്ലാം കൂടി സമ്മപ്പ് ചെയ്താൽ ആലോചിച്ച് നോക്ക്, ആൻസർ 0 ആയില്ലേ. അപ്പോൾ കറക്റ്റ് ആൻസർ തേർഡ് വണ്ണാണ്. പിന്നെ 2 പാരലൽ കപ്പാസിറ്റേഴ്സ് ഉണ്ട്, എക്സും വൈയും സെയിം ഏരിയ ആണ്, രണ്ടും സെപ്പറേഷനും സെയിം ആണ്. സോ അതിൻ്റെ കപ്പാസിറ്റൻസ് സെയിം ആയിരിക്കും. പിന്നെ എക്സിന് എയർ ആണുള്ളത്, വൈക്ക് ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് 2 ഉള്ള ഒരു സബ്സ്റ്റൻസ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ രണ്ടും സെയിം അല്ല, ഞാൻ പറഞ്ഞതിൽ ചെറിയ വ്യത്യാസമുണ്ട്. ദ കണക്റ്റഡ് ഇൻ സീരീസ് ഓഫ് ബാറ്ററി 12 വോൾട്ട്. ദ റേഷ്യോ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി സ്റ്റോർഡ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഇവിടെ നമ്മൾ 2 കപ്പാസിറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ഒന്നിൽ ഡയലക്ട്രിക് മീഡിയം വെച്ചിട്ടുണ്ട്, അത് ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് 2 ആണ്. അപ്പോൾ ഇതിൻ്റെ കപ്പാസിറ്റൻസ് 2 × c, 2c എന്ന് എടുക്കാം, ഇതിൻ്റെ കപ്പാസിറ്റൻസ് c എന്ന് എടുക്കാം. ഓക്കെ, ഇങ്ങനെ വരുമ്പോൾ ഇതെന്നിട്ട് എന്തുകൊണ്ട് 12 വോൾട്ട് കൊണ്ട് കണക്ട് ചെയ്തു. ഇവിടെ നമുക്ക് കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്ത എനർജി ½ എന്നുള്ളൊരു ഇക്വേഷൻ ഇല്ലേ, അതിവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. വൈ? വോൾട്ടേജ് ഡിഫറൻ്റ് ആണ്, 2 പേർക്കും വോൾട്ടേജ് ഡിഫറൻ്റ് ആണ് കേട്ടോ. പക്ഷേ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ചാർജ് അവിടെ കോൺസ്റ്റൻ്റ് ആണ്. ചാർജ് അവിടെ കോൺസ്റ്റൻ്റ് ആകുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ എനർജി ഈസ് ഈക്വൽ ടു q²/2c. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഡയറക്റ്റ് ആൻസർ കിട്ടും. അതായത് എനർജി ആണ് കേട്ടോ, u1/u2 ഈസ് ഈക്വൽ ടു q1²/2c1/q2²/2c2. അപ്പോൾ q ക്യാൻസൽ ചെയ്യുക, 2 ക്യാൻസൽ ചെയ്യുക, ആൻസർ c2/c1 കിട്ടും. c2/c1 എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് ആൻഡ് വൈ ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ നേക്കഡ് കപ്പാസിറ്ററാണ്, അതിൻ്റെ കപ്പാസിറ്റൻസ് c ആണ്. ഓക്കെ, അപ്പോൾ u1/u2 ഈസ് ഈക്വൽ ടു c2/c1 എന്നാണ് വന്നത്. c2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കപ്പാസിറ്റൻസ് ഇത് അല്ലേ. അപ്പോൾ 2/1 എന്നാണ് ആൻസർ. ആൻസർ തേർഡ് വൺ, സി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കോസ് ഓഫ് പവർ ലോസ് ഇൻ ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമറിൽ എന്തുകൊണ്ടാണ് പവർ ലോസ് അല്ലാത്തത്? ഇതിലേതാണ് പവർ ലോസ് അല്ലാത്തത്? എഡ്ഡി കറണ്ട് തീർച്ചയായും ഒരു പവർ ലോസ് ആണ്, അപ്പോൾ ഇത് ആൻസർ അല്ല. പിന്നെ ഫ്ലക്സിൽ അതായത് ഫ്ലക്സ് കറക്റ്റായിട്ട് ഷെയർ ആവുന്നില്ല, അല്ലെങ്കിൽ ഫ്ലക്സ് ലീക്കേജ് നമ്മൾ ചെറുതായിട്ട് വിളിക്കും.
പിന്നെ സൗണ്ട്, ഹമ്മിങ് സൗണ്ട്, അതും എന്താണ് പവർ ലോസിന് കാരണം തന്നെയാണ്. പിന്നെ പ്രൈമറി കോയിലിലെ വീക്കോ തിക്കോ അതൊന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ആൻസർ 4th വണ്ണാണ്. പിന്നെന്താ പറഞ്ഞത്, പിന്നെ ഇവിടെ പറയുന്നത് വോൾട്ടേജ് സോഴ്സ് ഓഫ് വേരിയബിൾ ഫ്രീക്വൻസി, ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, ആംഗുലർ ഫ്രീക്വൻസി വേരിയബിൾ ആണ്, ഫിക്സ്ഡ് കണക്റ്റഡ് അക്രോസ് കപ്പാസിറ്റൻസി ആൻഡ് ഡയലക്ട്രിക് ഓഫ് ബൾബ്. അതായത് ഒരു കപ്പാസിറ്ററിലും സിമ്പിൾ, ഒരു കപ്പാസിറ്റർ ഉണ്ട്, ഒരു ബൾബും ഉണ്ട്. എന്നിട്ട് നമ്മൾ ഒരു വോൾട്ടേജ് സോഴ്സിലേക്ക് കൊടുത്തു. ഈ വോൾട്ടേജ് സോഴ്സിൻ്റെ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്തു. ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക എന്നാണ് ചോദിച്ചത്. ഇപ്പോൾ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുമ്പോൾ എക്സിക്ക് എന്താ സംഭവിക്കുക, അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസിന് എന്താ സംഭവിക്കുക? ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കൂടുകയോ കുറയോ? കുറയും. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കുറയും. എങ്ങനെ? നമുക്കറിയാം എക്സിയുടെ ഇക്വേഷൻ 1/c⍵ആണ്. അപ്പോൾ ഫ്രീക്വൻസി കൂടുമ്പോൾ തീർച്ചയായും എക്സി കുറയും. എക്സി കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് കുറയും. അവിടെയുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ ബൾബിന് അക്രോസ് കൂടുതൽ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് വരും, ബൾബ് നന്നായിട്ട് ഗ്ലോ ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതായത് 3 റെസിസ്റ്റേഴ്സ് ഉണ്ട്, R1, R2, R3 കണക്റ്റഡ് ഇൻ സീരീസ് ടു ബാറ്ററി. R1 ക്യാരീസ് കറണ്ട് 2. ഇവിടെ നോക്കണം, R1 ക്യാരി ചെയ്യുന്ന കറണ്ട് 2 ആണ്. പിന്നെ ഇത് സീരീസ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം സീരീസിലെല്ലാം സെയിം കറണ്ട് ആയിരിക്കും. അപ്പോൾ ഇനി പ്രത്യേകം പറയേണ്ട R2ലെ കറണ്ട് 2 ആണെന്ന് പ്രത്യേകം പറയേണ്ട, R3ലെ കറണ്ട് 2 ആണെന്ന് പ്രത്യേകം പറയേണ്ട കേട്ടോ. പിന്നെ R2 ഹാസ് റെസിസ്റ്റൻസ് ഓഫ് 3. R2ൻ്റെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. പിന്നെ R3യുടെ പവറാണ് തന്നത്. R3യുടെ പവർ എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 6 എന്ന് തന്നിട്ടുണ്ട്. ദെൻ വോൾട്ടേജ് അക്രോസ് R3 ആണ് വേണ്ടി. സോ പവറിൻ്റെ ഇക്വേഷൻ ഡയറക്റ്റ് ഉപയോഗിച്ചാൽ മതി. പവർ ഇസ് ഈക്വൽ ടു പവറും കറണ്ടും ഉള്ള ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. കാരണം കറണ്ട് നമുക്കറിയാം, പവറിന് 3 ഇക്വേഷൻസ് ഉണ്ടല്ലോ, അതിൽ VI എന്നാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. കാരണം എനിക്ക് കറണ്ടിനെ പറ്റി വ്യക്തമായ ധാരണ ഉണ്ട്. പിന്നെ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വോൾട്ടേജ് ഡ്രോപ്പാണ്. അപ്പോൾ P ഇസ് ഈക്വൽ ടു VI എന്ന് എടുക്കുകയാണ്. P എത്രയാണ്? 6 ഇസ് ഈക്വൽ ടു V നമുക്കറിയില്ല, I എത്ര? 2 തന്നെയാണ്. സോ V നമുക്ക് എന്ത് കിട്ടും? 3 എന്ന ആൻസർ കിട്ടും. പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ദ സ്ട്രെയിറ്റ് ലൈൻ, അതായത് ഈ EMF വോൾട്ടേജും കറണ്ടും തമ്മിൽ ഇങ്ങനൊരു ഗ്രാഫ് വരച്ചു. അങ്ങനെ ഗ്രാഫ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് ദ സെല്ല് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് EMF? EMF എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് കറണ്ട് ഡ്രോ ചെയ്യാത്തവരുള്ള, കറണ്ട് ഫ്ലോ ചെയ്യാത്തവരുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. സോ EMF നമുക്ക് ഈസി ആയിട്ട് ഇതൊന്ന് മനസ്സിലാക്കാം, വിച്ച് ഈസ് 5.6. ആ ഗ്രാഫ് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അപ്പോൾ EMF കിട്ടിയിട്ടോ, EMF നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെന്താ പറയുന്നത്? ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് വരുന്നത്. ഇവിടെ മാക്സിമം കറണ്ട് എത്രയാണ്? മാക്സിമം കറണ്ട് എന്ന് പറഞ്ഞാൽ I ഈസ് ഈക്വൽ ടു 2 ആംപിയർ ആണ്. സോ നമുക്ക് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് നമുക്കറിയാലോ, E ഈസ് ഈക്വൽ ടു I ഇൻറ്റു മാക്സിമം കറണ്ട് കേസിൽ E ഈസ് ഈക്വൽ ടു I ഇൻറ്റു R. ഓക്കെ, അപ്പോൾ R ഈസ് ഈക്വൽ ടു E/I എന്ന് പറഞ്ഞാൽ 5.6 ഡിവൈഡഡ് ബൈ I ഈസ് 2.8. ആൻസർ ഉണ്ടോ? ഓക്കെ, ആൻസർ ഈസ് 1. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത 18th ക്വസ്റ്റ്യൻ ആണ്. അഗെയിൻ ഒരു പൊട്ടൻഷ്യോമീറ്റർ തന്നിട്ടുണ്ട്. അതിൻ്റെ വയറിൻ്റെ റെസിസ്റ്റൻസ് 20 ആണ്. പിന്നെന്താ പറഞ്ഞത്? 5 വോൾട്ട് ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തു. എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഇതാണ്. ഇത് അൺനോൺ, വേറൊരു EMF ആയിട്ട് ബാലൻസ് ചെയ്തു, അത് 6 ആണ് എന്നൊക്കെയാണ് പറഞ്ഞത്. നോക്കാം നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. എന്നിട്ട് വാല്യൂ ഓഫ് അൺനോൺ EMF ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈസി ക്വസ്റ്റ്യൻ ആണ്. ആദ്യം നമ്മൾ ഈ 5 വോൾട്ടേജിൻ്റെ കുറച്ച് പാർട്ട് 480ലേക്ക് ഡിസിപ്പേറ്റ് ആയിട്ടുണ്ടോ, ബാക്കി പാർട്ട് നമ്മളെ ഈ റെസിസ്റ്റൻസ് വയറിലേക്ക് വന്നിട്ടുണ്ടോ, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യുക? ഇത് സീരീസ് ആണല്ലോ, ഈ 480യും ഈ റെസിസ്റ്റൻസ് വയറും സീരീസ് ആണ്. സോ കറണ്ട് കണ്ടുപിടിക്കുക. അപ്പോൾ കറണ്ടിൻ്റെ ഇക്വേഷൻ എന്താണ്? കറണ്ട് ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് വയർ പ്ലസ് നമ്മൾ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 5/20 + 480. ഞാൻ 20 + 480 ഒന്നും എഴുതുന്നില്ല, 500 എന്ന് എഴുതാണ്. ഓക്കെ, അപ്പോൾ 1/100 ആണ് എന്ത്? കറണ്ട്. ഇത് ഡെസിമൽ ആക്കരുത്, 1/100 തന്നെ എഴുതിയാൽ മതി. ഓക്കെ, ഇനി ഇപ്പോൾ 1/100 ആണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ P മുതൽ Q വരെയുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് കണ്ടുപിടിക്കാൻ പോവാണ് ഞാൻ.
പി മുതൽ ക്യൂ വരെയുള്ള ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ റെസിസ്റ്റൻസ് ഇൻറ്റു അവിടുത്തെ കറണ്ട്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് പി ക്യൂ എന്ന് പറഞ്ഞാൽ അതിലെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഇൻറ്റു അവിടുത്തെ റെസിസ്റ്റൻസ്. ഇത് ഇക്വേഷൻ ഇങ്ങനെ 1/1 എഴുതുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾ എഴുതിയാൽ മതി. 1/100 ഇൻറ്റു അവിടുത്തെ റെസിസ്റ്റൻസ് 20 ആണെന്ന് നമുക്കറിയാം, വിച്ച് ഈസ് 1/5. അപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എത്രയാണ്? 1/5 ആണ്. ഓക്കെ, ഇനി 1 മീറ്ററിലുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്തായിരിക്കും? അപ്പോൾ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് പെർ ലെങ്ത്ത് ഇവിടെ പറഞ്ഞാൽ 10 മീറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ 1 മീറ്ററിൽ എത്ര ഡ്രോപ്പ് ഉണ്ടാവും? 1/50. അപ്പോൾ 1 മീറ്ററിൽ 1/50 ഡ്രോപ്പ് ഉണ്ട്. ഇവിടെ എത്ര ലെങ്ത്ത് ഉണ്ട്? 6 മീറ്റേഴ്സ് ഉണ്ട് ഇവിടുത്തെ ലെങ്ത്ത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അവിടുത്തെ ഈ ഒരു പൊട്ടൻഷ്യൽ ഡ്രോപ്പ്, അപ്പോൾ ഞാനൊരു V' എന്ന് എടുക്കുകയാണ്, അതെന്ന് പറയുമ്പോൾ 1 മീറ്ററിലുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഇൻറ്റു 6 ആയിരിക്കും. അല്ല, അങ്ങനെ ആൻസർ അല്ലേ? ഓക്കെ, അപ്പോൾ 6/50 എന്ന് പറയും, അല്ലെങ്കിൽ 12/100 എന്ന് പറയും. 12/100 എന്ന് പറഞ്ഞാൽ 0.12. ഇതാ കറക്റ്റ് ആൻസർ, 4th വൺ ഉണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ കറണ്ട് സെൻസിറ്റിവിറ്റി കാൽക്കുലേറ്റർ ഇസ് ഇൻക്രീസ്ഡ് ബൈ 20. കറണ്ട് സെൻസിറ്റിവിറ്റി 20% ഇൻക്രീസ് ആയി. റെസിസ്റ്റൻസ് ഇൻക്രീസ് ബൈ 25%. അപ്പോൾ വോൾട്ടേജ് സെൻസിറ്റിവിറ്റിയിൽ വന്ന് മാറ്റം എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ നോക്കുക, കറണ്ട് സെൻസിറ്റിവിറ്റി ആദ്യത്തെ കറണ്ട് സെൻസിറ്റിവിറ്റി IG ആണെന്ന് വിചാരിച്ചു. അപ്പോൾ പുതിയ കറണ്ട് സെൻസിറ്റിവിറ്റി IG' ഇസ് ഈക്വൽ ടു 20 ടൈംസ് ഇൻക്രീസ് ആയി എന്നാണ് പറഞ്ഞത്. 20 ടൈംസ് ഇൻക്രീസ് ആയി എന്ന് പറഞ്ഞാൽ IG പ്ലസ് 20/100 IG എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുക? ഇത് 1/5 എന്ന് കിട്ടും, ഇത് 1 എന്ന് കിട്ടും. അത് ചെയ്ത് കഴിഞ്ഞാൽ 5/4 എന്നല്ല കിട്ടുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 5/4 IG. 5/4 എന്നല്ലേ? 120/100. ഓക്കെ, ഒരു മിനിറ്റ്. 120/100 എന്ന് കിട്ടും. 120/100 എന്ന് കിട്ടും. സോറി, ഞാൻ ചെയ്ത ചെറിയ തെറ്റ് വന്നു. 120/100 എന്ന് കിട്ടും IG'. അപ്പോൾ 0 zeros ക്യാൻസൽ ചെയ്തു. എനിക്ക് എത്ര കിട്ടുക? വിച്ച് ഈസ് ഈക്വൽ ടു 6/5 IG എന്ന് കിട്ടും. അത് കഴിഞ്ഞു. ഇനി റെസിസ്റ്റൻസ് 25% ഇൻക്രീസ് ആയി. അപ്പോൾ R' എന്ന് പറഞ്ഞാൽ 25% ഇൻക്രീസ് ആയി. അപ്പോൾ ഇതേ ഫോമിൽ ആലോചിക്കുമ്പോൾ R പ്ലസ് 25/100 എന്ന് പറഞ്ഞാൽ ഞാനത് നേരെ എഴുതാണ് 5/4 എന്നാണ് വരിക. ഞാൻ പറയാം, അതായത് 5/4 എന്ന് പറയുമ്പോൾ 100 പ്ലസ് 25/100 എന്ന് വരും. ഓക്കെ, അതങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെയാണ് കിട്ടുക. ഇനി അപ്പോൾ പുതിയ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യുക? I ഇൻറ്റു R, IG' ഇൻറ്റു R' എന്ന് പറയുമ്പോൾ എത്ര വരിക? 6/5 IG ഇൻറ്റു 5/4 R. ഇത് രണ്ടും ക്യാൻസൽ ചെയ്താൽ ഇത് പറഞ്ഞാൽ V ആണ് കേട്ടോ. ആദ്യത്തെ VG ആണ്, വോൾട്ടേജ് സെൻസിറ്റിവിറ്റിയാണ്. IG ഇൻറ്റു R എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? 6/4 VG എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതിൽ വന്ന ചേഞ്ച് എങ്ങനെ കണ്ടുപിടിക്കുക? ജസ്റ്റ് എന്ത് ചെയ്യുക? VG' മൈനസ് VG/VG ഇൻറ്റു 100. അപ്പോൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ 6/4 മൈനസ് VG ഡിവൈഡഡ് ബൈ VG. ഇത് ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എത്ര കിട്ടുക? ആൻസർ ഏകദേശം ഡിക്രീസ് ബൈ 4 എന്ന് കിട്ടും. ഓക്കെ, ഇത് ഏകദേശം നോക്കിയാൽ മതി. ഞാൻ ഇതൊന്ന് ക്ലിയർ ഔട്ട് ചെയ്യാണ്. അടുത്ത വലിയ ക്വസ്റ്റ്യനാണ്, ഇവിടെ സ്ഥലമല്ല. വെയിറ്റ് ഇതൊന്ന് ക്യാൻസൽ ചെയ്തേക്കട്ടെ. ഓക്കെ, ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ 3 വയേഴ്സ് ഉണ്ട്. ABC ആർ ക്യാപിറ്റൽ ഈക്വൽ ഡിസ്റ്റൻസിൽ കീപ്പ് ചെയ്യുന്നത്. വയർ C എക്സ്പീരിയൻസ് നെറ്റ് ഫോഴ്സ് F, അതായത് സിക്ക് നെറ്റ് ഫോഴ്സ് എത്രയുണ്ട്? F ഉണ്ട്. ഓക്കെ, പിന്നെ എന്ത് ചെയ്തു?
ദ നെറ്റ് ഫോഴ്സ് ഓൺ സി വെൻ കറണ്ട്, അതായത് പിന്നെ കറണ്ട് ഇത് റിവേഴ്സ് ചെയ്താൽ ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് എത്ര ആയിരിക്കും എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി പറയാം. ഈ എഫ് ആരൊക്കെ ഉണ്ടാക്കുന്നതാണ്? ഈ എഫ് എ, അതായത് ഫോഴ്സ് ഓൺ സി ബൈ എ, അത് അട്രാക്റ്റീവ് ആയിരിക്കും അല്ലേ, കാരണം ഒരേ ഡയറക്ഷനിലാണ് പോകുന്നത്. അപ്പോൾ ഫോഴ്സ് ഓൺ സി ബൈ എയും ഫോഴ്സ് ഓൺ സി ബൈ ബിയും കൂടി, അതായത് എ അട്രാക്റ്റ് ചെയ്യുന്നതും ബി അട്രാക്റ്റ് ചെയ്യുന്നതും കൂടി കമ്പൈൻ ചെയ്തവരാണ് നമുക്ക് എഫ് കിട്ടി. ഓക്കെ, അപ്പോൾ അതിൻ്റെ വാല്യൂസ് എത്ര വരിക? ഇക്വേഷൻ എന്താണ്? ഞാൻ കോൺസ്റ്റൻസ് ഒന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. എന്താണ്? I1 I2 ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് അല്ലേ. I1 I2 ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് എന്ന് എടുക്കുമ്പോൾ 2I² ബൈ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ 2x എന്ന് കൊടുക്കുകയാണ്. ഇവിടെ എന്ത് വരും? I1 I2 എന്ന് പറയുമ്പോൾ I² ബൈ, ഞാൻ ആ കോൺസ്റ്റൻ്റ് ഒന്നും മൈൻഡ് ചെയ്തിട്ടില്ല കേട്ടോ, x എന്ന് വരും. അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 2I² ബൈ x, അതാണ് അതിന് ഈക്വലൻ്റ് ആയിരിക്കും എഫ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒരു കറണ്ട് റിവേഴ്സ് ആയി എന്ന് വിചാരിച്ചോ. ഇവിടെ നോക്കി, ഇത് രണ്ടും സെയിം ആണ്, ഈ രണ്ട് വാല്യൂം സെയിം ആണ്. ഇനി ഇതൊന്ന് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണ്? റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫോഴ്സ് റിപ്പൾസീവ് ആയിരിക്കും, പിന്നെ അതായത് ഫോഴ്സ് ഓൺ സി ബൈ എ റിപ്പൾസീവ് ആയിരിക്കും, ഫോഴ്സ് ഓൺ സി ബൈ ബി, ഇവിടെ ഇതാണ് ഫോഴ്സ് ഓൺ സി ബൈ ബി അട്രാക്റ്റീവ് ആയിരിക്കും. അത് സെയിം മാഗ്നിറ്റ്യൂഡാണെന്ന് നമുക്ക് ഇവിടുന്ന് മനസ്സിലായിട്ടുണ്ട്. അത് രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ എന്താ ആൻസർ എന്താ വരിക? 0 ആണ് ആൻസർ വരിക. അത് കുറച്ച് ലെങ്തി ആണെങ്കിലും പക്ഷെ നമുക്കത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, അതിന് ചുറ്റും ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നുണ്ട്. അത് റേഡിയസ് 0.5 ആങ്സ്ട്രോങ് ആണ്. 10 റവല്യൂഷൻ ഒരു സെക്കൻഡിൽ മൂവ് ചെയ്യുന്നുണ്ട്. മാഗ്നറ്റിക് മൊമെൻ്റ് അസോസിയേറ്റഡ് വിത്ത് ദി ഓർബിറ്റൽ മോഷൻ. മാഗ്നറ്റിക് മൊമെൻ്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ I × A എന്നാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം മാഗ്നറ്റിക് മൊമെൻറ്റ്. I എന്ന് പറഞ്ഞാൽ എന്താണ്? ചാർജ് ബൈ ടൈം ഇൻറ്റു ഏരിയ എന്ന് പറഞ്ഞാൽ πr². ഓക്കെ, ഇനി ചാർജ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ. ടി എന്ന് പറഞ്ഞാൽ ഒരു റവല്യൂഷൻ എടുക്കുന്ന ടൈം പീരീഡ് എന്ന് കൂട്ടിക്കോ. ഒരു റവല്യൂഷൻ എടുക്കുന്ന ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഫ്രീക്വൻസി 10 ആണ്. സോ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 1/10 ആയിരിക്കും. മനസ്സിലായല്ലോ? ഫ്രീക്വൻസി പറഞ്ഞാൽ 10 ആണ്, അപ്പോൾ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 1/10 ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്ത് വരും? 1/10 എന്ന് വരും. ഇൻറ്റു ഏരിയ എന്ന് പറഞ്ഞാൽ പൈ ഇൻറ്റു r². r² എന്ന് പറഞ്ഞാൽ ആങ്സ്ട്രോങ് ആണ്, 0.5 ആങ്സ്ട്രോങ്. അപ്പോൾ 0.5 ഇൻറ്റു 0.5 ആങ്സ്ട്രോങ് എന്ന് പറഞ്ഞാൽ 10⁻⁻10 ആണ്. അത് 2 പ്രാവശ്യം ചെയ്യണം. ഇതൊന്നുമില്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് നോക്കാം ഇതിനെങ്ങനെയാണ് ചെയ്യാം. അപ്പോൾ 1.6 ഇൻറ്റു 10⁻⁻19 ഇൻറ്റു 10. ആ 10 എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. പിന്നെ പൈ എന്ന് പറഞ്ഞാൽ 3.14 ഇൻറ്റു 0.5 ഇൻറ്റു 0.5 ഇൻറ്റു 10⁻⁻10 ഇൻറ്റു 10⁻⁻10. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ചില ആൾക്കാർക്ക് ഒരു ഇത് വരും, കുറേ കാൽക്കുലേറ്റ് ചെയ്യാനുണ്ടല്ലോ എന്നുള്ള സംഭവം. ശരിയാണ്, കുറേ കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. പക്ഷേ ഇതിൻ്റെ വാല്യൂസ് നോക്ക്. ഒന്ന് 2.5, ഒന്ന് 1.25, ഒന്ന് 6.5. അതായത് എല്ലാം പകുതി ആയിട്ടാണ് വരുന്നത്. നമുക്ക് ആ ഓപ്ഷനിലേക്ക് എത്താൻ നോക്കാം. അതാണ് ഏറ്റവും നല്ല മെത്തേഡ്. നോക്കാം, ഇവിടെ 1.6 ഉണ്ട്, ഇവിടെ അത് 3 × 3 ഉണ്ട്. അതായത് 1.6 ഉണ്ട്, ഇവിടെ ഇൻറ്റു 3.14 ഉണ്ട്. അപ്പോൾ 1.6 ഇൻറ്റു അല്ലെങ്കിൽ 16 × 3 എന്ന് പറഞ്ഞാൽ എത്ര വരിക? 16 × 3 എന്ന് പറഞ്ഞാൽ 48. അപ്പോൾ അവിടെ കുറച്ച് ഡെസിമൽസ് ഉണ്ടല്ലോ, 1.4 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് ഏകദേശം ഒരു 5 ആണെന്ന് അങ്ങോട്ട് വിചാരിച്ചോ. ഇതൊരു 5 ആണെന്ന് വിചാരിച്ചു. പിന്നെ 0.5 കൊണ്ട് മൾട്ടിപ്ലൈ പറഞ്ഞാൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്തായി? ഇത് രണ്ടും കൂടെ വരുമ്പോൾ 2.5. അഗൈൻ 0.5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നേരെ പകുതിയാവും. അപ്പോൾ 1.25 ആയി. അപ്പോൾ ഇതിൽ വരുന്ന നമ്പർ 1.25 ആയിരിക്കും. പിന്നെ നമ്പേഴ്സ്, അതായത് ഈ 10ൻ്റെ പവേഴ്സൊക്കെ അങ്ങോട്ട് ചെയ്യാം. നൺ ഓഫ് ദിസ് ആൻസറിലും ഇല്ല. അപ്പോൾ ആൻസർ 1 പോയിൻറ്റിൽ തുടങ്ങുന്നതായിരിക്കും. നോക്കി എഴുതാവുന്നുള്ളൂ. അതായത് എത്ര തന്നെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല, നോക്കി എഴുതാവുന്നേ. ഓക്കെ, അപ്പോൾ ഇന്ന് ചെയ്ത ഈ ഒരു 40 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായി തന്നെ വിചാരിക്കുന്നു. അപ്പോൾ നന്നായിട്ട് ഇനി എന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്യുക.
ഇപ്പോൾ ഈ വീഡിയോ 2 പാർട്ടായിട്ടാണ് നമ്മൾ ഇട്ടത്. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സെക്കൻഡ് പാർട്ട് ഇതാ ഇന്ന് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ക്വസ്റ്റ്യൻസ് കുറച്ച് സ്പീഡിൽ ചെയ്തു പോയത് കൊണ്ട് തന്നെ എന്തെങ്കിലും ഡൗട്ടുകളോ നിങ്ങൾക്ക് മനസ്സിലാകാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. പിന്നെ മാക്സിമം ഇതുപോലുള്ള കണ്ടൻസ് മാക്സിമം യൂസ് ചെയ്യുക. ഇതുപോലുള്ള കണ്ടൻസ് നിങ്ങൾ കാണുക. ഈ യൂട്യൂബ് തന്നെ ഈ ഒരു ചാനൽ തന്നെ കാണണം എന്നല്ല പറയുന്നത്. ഇതുപോലുള്ള കണ്ടൻസ് എവിടെ നിന്ന് കിട്ടിയാലും നിങ്ങൾ എന്ത് ചെയ്യുക, കാണുക, നന്നായിട്ട് പഠിക്കുക. പിന്നെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ലൈക്ക് ചെയ്യുക. താങ്ക് യു.